ഹലോ ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു സർപ്രൈസ് ഗിഫ്റ്റ് ക്രിയേറ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുമ്പത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നെല്ലാം വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് മറക്കണ്ട, റിയാദിലുള്ള ആർക്ക് വേണമെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈസ് റേഞ്ചിൽ ഞാൻ എന്തായാലും ഗിഫ്റ്റ് അവർക്ക് സർപ്രൈസ് ആയിക്കാണ്ട് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് ബൊക്കയും അതുപോലെ തന്നെ ഒരു കേക്കുമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും ലവ് മാരേജ് ആയിരുന്നു. രണ്ടുപേരുടെയും വീട്ടിൽ നിന്ന് അത്യാവശ്യം എതിർപ്പ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പയ്യന് ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സൗദിയിലോട്ട് വന്നിട്ടുള്ളത്. ചെറിയ പയ്യനാണ് കേട്ടോ. അങ്ങനെ പുള്ളിക്കാരന് അവിടെ അധികം ആരെയും പരിചയമൊന്നുമില്ല. ആളിങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു ഫീൽഡ് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ ഗിഫ്റ്റും കൊണ്ട് ചെല്ലുന്നത്. എന്താ പറയുക, പുള്ളിയുടെ എക്സ്പ്രഷന് ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എക്സ്പ്രഷന് പ്രൈസ്ലെസ് എക്സ്പ്രഷൻ ആയിരുന്നു. പ്രൈസ്ലെസ് റിയാക്ഷൻ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയായിരുന്നു നമുക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ആൾ ഭയങ്കര പാവമാണ്. ആൾക്ക് പുറത്ത് വരാൻ പേടിയായിരുന്നു. കാരണം അറിയാത്ത ആരോ കോൺടാക്ട് ചെയ്തല്ലേ, എങ്ങനെയാണ് എന്താണ് ഇവിടുത്തെ സിസ്റ്റം ഒന്നും പുള്ളിക്ക് അറിയുണ്ടായിരുന്നില്ല. ഈ ഒരു ഓർഡർ നമുക്ക് അത്യാവശ്യം ലോങ് ഉണ്ടായിരുന്നു കേട്ടോ. കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ടായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരുപാട് കറങ്ങി തിരിഞ്ഞു ലൊക്കേഷൻ കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും നമുക്ക് കറക്റ്റ് ആളുടെ അടുത്ത് തന്നെ എത്തി എന്നതാണ് വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് തന്നെ. ഞാനങ്ങനെ ബൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി കൂടിയാണ്. ബൊക്കെ ഇങ്ങനെ ഞാൻ കുറേ തിരിച്ചു മറിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ നാട്ടിൽ നിന്ന് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് ആ ഒരു ടച്ച് വിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റിൽ ചെയ്യുന്ന വർക്കാണ് കേട്ടോ അത്. ഇവിടെ വന്നിട്ട് ഫസ്റ്റിൽ വർക്കാണ്. അപ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആക്കണം എന്ന് വിചാരിച്ച വർക്കായിരുന്നു. ആദ്യമൊന്നും എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് ചെയ്ത രീതി ഞാൻ ഒരുപാട് തിരിച്ചിട്ടും മറിച്ചിട്ടും എല്ലാം ഇതങ്ങോട്ട് ക്ലിയർ ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. കസ്റ്റമർ നമുക്ക് റെഫറൻസ് പിക്ക് തന്ന സെയിം മോഡൽ തന്നെയാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലത്തെ ഡോട്ട് വരുന്ന ഗോൾഡൻ ഷീറ്റായിരുന്നു ആ റെഫറൻസ് പിക്കിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആ സെയിം ഷീറ്റ് തന്നെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് ചെയ്ത് വന്നപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു മിസ്റ്റേക്കൊക്കെ ഫീൽ ചെയ്തു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡെമോ ചെയ്ത് വെച്ചിരിക്കുകയാണിത്. എനിക്ക് എന്തൊക്കെയോ ഒരു മിസ്റ്റേക്കൊക്കെ ഫീൽ ചെയ്തു. അങ്ങനെ പിന്നെ ഇതിൽ എന്ത് ചെയ്യുക, എന്ത് ആഡ് ആക്കാമെന്ന് ഇങ്ങനെ ഞാൻ 2 ദിവസം ആലോചിച്ചുകൊണ്ടിരുന്നുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് ഇത് ബൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് പിന്നെ നമ്മൾ പോകുന്നതിൻ്റെ തലേന്ന് അല്ലെങ്കിൽ അന്ന് ഒക്കെ പോയിട്ടാണ് എടുക്കുക. കേക്ക് പിന്നെ നമുക്ക് കൂടുതൽ സമയം വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ കേക്ക് നമ്മൾ തലേന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ബൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷെ എനിക്കത് ഇഷ്ടമായില്ല. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വേറൊരു ഷീറ്റും കൂടി എടുത്തിട്ട് അതിൻ്റെ കൂടെ വെച്ചു. പിന്നെ അവരൊരു നെയിം കാർഡല്ല, അവരൊരു വിഷ് കാർഡും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിഷ് കാർഡ് ഇവിടെ എവിടെയാണ് പ്രിൻ്റ് എടുക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് തപ്പി നടന്നു കേട്ടോ. പിന്നെ നമ്മൾ ഷോപ്പിൽ കയറി നമുക്ക് അവിടെ നിന്ന് കിട്ടി. ആദ്യം അവർ വലിയ പീസായിട്ടായിരുന്നു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കറക്റ്റ് പറഞ്ഞപ്പോൾ അവരെ കറക്റ്റ് പീസിൽ തന്നെ നമുക്ക് ചെയ്തു തന്നു. അങ്ങനെ ആദ്യത്തെ സംഭവങ്ങളൊന്നും എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതെല്ലാം തിരിച്ച് മാറ്റിയിട്ട് കുറച്ചൊരു വൈറ്റ് ഷീറ്റും കൂടി ആഡ് ചെയ്ത് ചെയ്തു. പിന്നെ നമുക്ക് റിബൺ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. റിബൺ തിരഞ്ഞ് ഞാൻ ഒരുപാട് കടകൾ തിരഞ്ഞു നടന്നു കേട്ടോ. പക്ഷേ പിന്നെ എനിക്ക് കിട്ടി റിബണ്. നല്ലൊരു ഡാർക്ക് റെഡ്, ഒരു ചില്ലി റെഡല്ല, ഒരു മെറൂൺ റെഡ് ഷെയ്ഡ് തന്നെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വിചാരിച്ച പോലെ തന്നെ അത് കിട്ടി. നമ്മൾ ആദ്യം അതിൽ വെച്ചിട്ടുണ്ടായിരുന്ന റിബൺ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വീണ്ടും ഞാൻ ആ റിബൺ തന്നെ ശരിക്ക് വെച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ വിഷ് കാർഡ് എവിടെ വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. മുകളിൽ വെക്കണോ അടിയിൽ വെക്കണോ അങ്ങനെയുള്ള കൺഫ്യൂഷൻ. കസ്റ്റമർ നമ്മുടെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ സൈഡിൽ വെച്ചപ്പോൾ എനിക്ക് അതിനൊരു വൃത്തി കിട്ടിയില്ല കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഞാനത് സെൻറ്ററിൽ വെച്ചു കൊടുത്തു. നമ്മുടെ പയ്യന് സ്നിക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ സ്നിക്കേഴ്സ് ആയിരുന്നു ചോക്ലേറ്റ് ആയിട്ട് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 6 സ്നിക്കേഴ്സ് വെച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തത്. പിന്നെ എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റുന്ന മാക്സിമം നമ്മൾ ഇൻക്ലൂഡ് ആക്കും. പിന്നെ നമുക്ക് എല്ലാം അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വെച്ച് കൊടുക്കാറാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഞാൻ ഈ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ഒരു ഫ്ലവറിൻ്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നു, അതും ഞാൻ അതിൽ ആഡാക്കി കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇവരുടെ ലവ് സ്റ്റോറി ഈ ഗിഫ്റ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ കസ്റ്റമർ എൻ്റെ അടുത്ത് പറയുന്നത്. എനിക്ക് ലവ് സ്റ്റോറി കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അവരുടെ ആ ഒരു റിയാക്ഷൻ കണ്ടാൽ മനസ്സിലാകും. അതിൻ്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാനത് കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ വിഷ് കാർഡും എവിടെ വെക്കേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനിലേക്ക് ഞാനത് തീരുമാനമാക്കി. വിഷ് കാർഡെല്ലാം തീരുമാനമാക്കിയിട്ട് അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ കുറച്ച് ഫോട്ടോഷൂട്ട്സ് എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഒരുപാട് സാധനങ്ങളൊന്നും ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ട് സംഭവം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേക്കും നമ്മൾ നോർമൽ ഷോപ്പിൽ പോയിട്ട് നോർമൽ കേക്ക് മതിയെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കേക്ക് നോർമലും ചെയ്യും, അത്യാവശ്യം ബേക്കിംഗ് ചെയ്യുന്ന ബേക്കേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ വാങ്ങിച്ചിട്ടും നമ്മൾ കേക്ക് ചെയ്യാറുണ്ട്. നമ്മളത് ഞാൻ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഫോട്ടോസ് ഇതിൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ. ഞാൻ ശരിക്കും ഔട്ട്ഡോർ ഷൂട്ട് നടത്തണമെന്ന് വിചാരിച്ചതായിരുന്നു. പുറത്തുനിന്ന് ഫോട്ടോ എടുക്കുക, ഒരു പാർക്കിൽ പോയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ആളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡ് കുറേ സമയം വെയിറ്റ് ചെയ്തിരുന്നു. ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു ഒരു കൊറിയർ ഉണ്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളി ഓൾറെഡി ഓർഡർ ചെയ്ത കൊറിയറിന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു ഇല്ല, വരുന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് സമയത്തിന് ശേഷമാണ് പുള്ളി പുറത്തോട്ട് ഇറങ്ങി വന്നത് കേട്ടോ. അങ്ങനെ ഫാമിലി കണ്ടപ്പോഴാണ് പുള്ളി ഇറങ്ങി വന്നത്. അല്ലെങ്കിൽ പുള്ളി ഇറങ്ങി വരത്തേ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ കൊടുത്തു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആൾ. ഭയങ്കര എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ആൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഭയങ്കര എക്സൈറ്റഡും ആൾ എന്താ പറയുക, ഭയങ്കര ഫീലിംഗൊക്കെ ആയിരുന്നു ആൾക്കുണ്ടായിരുന്നത്. പിന്നെ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു കേട്ടോ, ആൾ റൂമിലെത്തിയിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ആളിപ്പോൾ ഭയങ്കര ഒരു ഡിപ്രഷനിൽ ഇരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ ഒരു ഗിഫ്റ്റ് എല്ലാം ചെന്നതെന്നെല്ലാം പറഞ്ഞിട്ട് ആളുടെ ഒരു റിയാക്ഷൻ നമ്മൾ ഒറിജിനൽ വീഡിയോ ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ആൾ ഭയങ്കര കിളി പോയ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സർപ്രൈസിങ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ വാച്ച് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനിയും എനിക്ക് കിട്ടുന്ന വർക്ക്സിൻ്റെ വീഡിയോ ഞാനിതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.